ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ സ്പെഷ്യൽ ഒരു ഞണ്ട് കറിയാണ് വെക്കാൻ പോകുന്നത്. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. നമ്മളങ്ങനെ എപ്പോഴും ഞണ്ട് വാങ്ങിക്കാറില്ല. അപ്പോൾ ഇന്നലെ നമുക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത് നമ്മൾ കുറച്ച് കറി വെക്കണം, കുറച്ച് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഞണ്ടൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല, ഉണ്ടാക്കുന്നതൊക്കെ അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി വലിച്ചു കിട്ടാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഞണ്ട്. പല ഡിസൈനിലുള്ള ഞണ്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് റെഡിയാക്കി എടുക്കാം. അമ്മയ്ക്ക് സുഖമില്ല, അപ്പോൾ അമ്മ അത് നൈസായിട്ട് എൻ്റെ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അമ്മ ക്ലീനൊക്കെ ചെയ്ത് തരും. നമ്മളിത് ഉണ്ടാക്കുന്ന ഉത്തരവാദിത്വം എന്നിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അമ്മ നമുക്കത് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. നമ്മളത് പൊളിച്ചെടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് അമ്മ പറഞ്ഞത് പുഴുങ്ങി വെച്ച് നമുക്ക് പൊളിച്ചെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ കറി വെക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് ഞണ്ട് വെക്കാൻ അറിയില്ല ഗൈസ്. അപ്പോൾ പക്ഷേ നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ അപ്പൂസും കൂടി ഉണ്ട് ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ഉണ്ടാക്കാൻ അറിയില്ല ഗൈസ്. നല്ല ടെൻഷനുണ്ട്. നമ്മുടെ കാശ് പോകുമെന്ന് അറിയില്ല. എന്തായാലും ഇത് സൂപ്പർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബോണസാണ്. ഞാൻ ചിക്കനൊക്കെ വെക്കും, പക്ഷെ മീൻകറിയൊക്കെ വെക്കും. ഞണ്ട് എനിക്ക് വലിയ വശമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം വായി വെക്കാൻ കൊള്ളാവുന്നു. നമ്മൾ ഉരുളക്കിഴങ്ങ് മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വേവട്ടെ. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ കൊതുകാണ്. ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ് ഗൈസ്. എന്താണ് സൺഡേ ആയിട്ട് നിങ്ങൾക്കൊക്കെ സ്പെഷ്യൽ? എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണ് നിങ്ങൾക്കൊക്കെ സ്പെഷ്യൽ ഇന്ന് സൺഡേ ആയിട്ട്? എന്തൊക്കെയായിരുന്നു പരിപാടി? എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഇഞ്ചിയുടെ തൊലിയൊന്നും പൊളിയുന്നില്ല ഗൈസ്. അപ്പൂസിന് ക്രാബ് അതുപോലെ പ്രോൺസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റത്തെ പരീക്ഷണം അപ്പൂസിലാണ് ഗൈസ്. അല്ലേ? തിന്നും ഗൈസ്. അവൻ തിന്ന് റിസൾട്ട് നോക്കിയിട്ടേ ഞാൻ കഴിക്കുള്ളൂ അല്ലേ? അമ്മ നൈസായിട്ട് കൈ ഒഴിഞ്ഞു. അമ്മയ്ക്ക് പാടില്ല. അപ്പം നമ്മൾ ഏറ്റെടുത്തു. നമ്മൾ തോറ്റ് പിന്മാറാൻ പാടില്ല. എല്ലാം നമ്മൾ ഏറ്റെടുക്കണം അല്ലേ അപ്പൂസേ? ഈ കൊതുകുകൾ ഇങ്ങനെ കൊല്ലും. ദൈവത്തിന് അറിയാതെ എന്താവുമെന്ന്. എനിക്ക് നല്ല രീതിയിൽ ടെൻഷനുണ്ട്. നിങ്ങളൊക്കെ എങ്ങനെയത് ഉണ്ടാക്കണേന്നുള്ള റെസിപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടണം കേട്ടോ. നെക്സ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുമ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ശ്രീ വന്നതിന് മുന്നേ നമുക്കിത് സെറ്റാക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഉള്ള ഒരു സെറ്റപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. എല്ലാവരും സഹകരിക്കുക. അല്ലെങ്കിലും എൻ്റെ കുടുംബക്കാരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണല്ലോ. ഞാൻ വേറെ ആരെയല്ല, നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. നിങ്ങളാണ് ഇപ്പം എൻ്റെ ഫാമിലി. അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കിഴങ്ങ് വെന്തുവെന്ന് തോന്നുന്നു. നമുക്ക് അതിലോട്ട് ഞണ്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇറച്ചിക്കറി വെക്കുന്ന പോലെ ഒന്ന് വെച്ച് നോക്കാം. ശരിയാവുമെന്ന് അറിയില്ല, നോക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള വെറൈറ്റി വീഡിയോസ് കാണാൻ പറ്റും. ഞണ്ട് കറി അറിയാതെ എങ്ങനെ ഞണ്ട് കറി വെക്കാം എനിക്കറിയില്ലല്ലോ. ഞണ്ട് കറി വെക്കാൻ എനിക്കറിയില്ലല്ലോ.
ഞണ്ട് കറി വെക്കാൻ അറിയാതെ എങ്ങനെ നമുക്ക് ഞണ്ട് കറി വെക്കാം, അതുപോലുള്ള വെറൈറ്റി വീഡിയോകൾക്കായി വൈബ്സ് വിത്ത് മീ ആരതി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റുകളായും ലൈക്കുകളായും ഷെയറുകളായും രേഖപ്പെടുത്തുക. എനിക്കിവിടെ പണി തന്നിട്ട് അച്ചാമ്മയും മക്കളും കളിക്കുന്നു. വെരി നൈസ്. അപ്പൂസ ഒരു പാട്ട് പാടി കൊടുത്തേ, ഒരു പാട്ട് പാടി കൊടുത്തേ. എന്റെ തെറ്റാണ് ഗൈസ്, എന്നോട് പറയുക. ഞണ്ടും ഉരുളക്കിഴങ്ങും വെന്ത് സെറ്റായിട്ടിരിപ്പുണ്ട്. നമുക്ക് മസാല റെഡിയാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വഴറ്റിയെടുക്കാം. മസാല എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ നമ്മുടെ കഞ്ഞി തിളയ്ക്കുന്നുണ്ട്, ഒരു സൈഡിൽ നമ്മൾ കറി സെറ്റ് ആവുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നപ്പോൾ നമ്മൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സെമി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. ഇനി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിത് കഴിക്കുന്ന വീഡിയോ ലാസ്റ്റ് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണിക്കാം കേട്ടോ. എങ്ങനെയുണ്ട് അപ്പൂ? കഴിച്ചിട്ട് പറ. നല്ലതാണോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് കാണണ്ടേ, നോക്കാവേ. കറി ഉണ്ട്, ഞണ്ട് കറി ഉണ്ട് കേട്ടോ. ഇത് നമുക്ക്